ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ അഡ്വാൻസ്ഡ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമിൽ വരുന്ന സെക്കൻഡ് മോഡ്യൂളിലുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കൺവേർഷൻ ടു ഫസ്റ്റ് നോർമൽ ഫോം, സെക്കൻഡ് നോർമൽ ഫോം ആൻഡ് തേർഡ് നോർമൽ ഫോം. ഇതുവരെയുള്ള എല്ലാ ടോപ്പിക്സും വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യാം. അഡ്വാൻസ്ഡ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് പ്ലേലിസ്റ്റിൻ്റെ പേര്. അതിൽ മോഡ്യൂൾ 1 കംപ്ലീറ്റ് ഉണ്ട് ആൻഡ് മോഡ്യൂൾ 2 ടിൽ മിനിമൽ സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉണ്ട്. നോർമലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഡേറ്റാബേസിലുള്ള ഡേറ്റാസിനെ നമ്മൾ എഫിഷ്യൻ്റായിട്ട് ഓർഗനൈസ് ചെയ്യുന്നതാണ് നോർമലൈസേഷൻ. നോർമലൈസേഷൻ ചെയ്യുന്നതിന് നമുക്ക് 2 മെയിൻ ഗോൾസാണുള്ളത്. അതിൽ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് എലിമിനേറ്റ് റിഡൻഡൻറ്റ് ഡേറ്റ. റിഡൻഡൻറ്റ് ഡേറ്റ ഉണ്ടെങ്കിൽ, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റാസ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് ഗോൾ. ഫോർ എക്സാമ്പിൾ, സ്റ്റോറിങ് ദ സെയിം ഡേറ്റ ഇൻ മോർ ദാൻ 1 ടേബിൾ. നമ്മൾ ഒരു സെയിം ഡേറ്റ തന്നെ ഒരു ടേബിളിലല്ലാതെ കൂടുതൽ ടേബിൾസിലൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റാസാണ് നമ്മൾ ഡേറ്റ റിഡൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ നോർമലൈസേഷൻ്റെ ഫസ്റ്റ് ഗോളാണ് ഈ റിഡൻഡൻറ്റ് ഡേറ്റ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി സെക്കൻഡ് ഗോളാണ് എൻഷുറിങ് ഡേറ്റ ഡിപ്പെൻഡൻസീസ് മേക്ക് സെൻസ്. ഡേറ്റ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ, നമ്മൾ ഡേറ്റ ഡിപ്പെൻഡൻസി പഠിച്ചു, ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, അതിൽ കുറേ ടൈപ്സ്. അപ്പോൾ അതിലൊരു ഡേറ്റ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അത് സെൻസിബിൾ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, റിലേറ്റഡ് ഡേറ്റാസ് മാത്രം ഒരു ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് രണ്ടാണ് നമ്മളുടെ നോർമലൈസേഷൻ്റെ 2 ഗോൾസ് എന്ന് പറയുന്നത്. എലിമിനേറ്റിംഗ് റിഡൻഡൻറ്റ് ഡേറ്റ ആൻഡ് എൻഷുറിങ് ഡേറ്റ ഡിപ്പെൻഡൻസീസ് മേക്ക് സെൻസ്. ഇനി ഇതിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്, നോർമലൈസേഷൻ്റെ ബെനഫിറ്റ്സ് ആണ് ലെസ് സ്റ്റോറേജ് സ്പേസ്. നോർമലൈസേഷൻ വെച്ചിട്ട് നമുക്ക് ആദ്യം റിഡൻഡൻസി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കുറവായിട്ടേ യൂസ് ആവത്തുള്ളൂ. റിഡൻഡൻറ്റ് ഡേറ്റാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സ്പേസ് ആവശ്യം വരും. അപ്പോൾ റിഡൻഡൻസി ഒക്കെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കുറച്ച് മതി. പിന്നെ പെട്ടെന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഡേറ്റ ഇൻകൺസിസ്റ്റൻസി കുറവായിരിക്കും. പിന്നെ ഡേറ്റ റിലേഷൻഷിപ്സ് എല്ലാം നല്ല ക്ലിയർ ആയിരിക്കും. നമുക്ക് ആഡ് ചെയ്യുന്നതൊക്കെ ഈസി ആയിരിക്കും. സ്ട്രക്ചർ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇതൊക്കെയാണ് നോർമലൈസേഷൻ്റെ ബെനഫിറ്റ്സ്. ഇനി ഈ നോർമലൈസേഷൻ കൊണ്ടുവരണമെങ്കിൽ നമുക്കതിലൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്ങനെയാണ് ഈ ടേബിൾസിനെ നോർമലൈസേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, നോർമലൈസേഷനായിട്ട് മാറ്റുന്നത് എന്നുള്ളതിന് നമുക്കൊരു സൊല്യൂഷൻ വേണം. അതിനാണ് നമ്മൾ ഈ നോർമൽ ഫോംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. നോർമൽ ഫോംസ് 1 നോർമൽ ഫോം, സെക്കൻഡ് നോർമൽ ഫോം, തേർഡ്, BCNF, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോർമൽ ഫോംസ് ഉണ്ട്. ഇനി ഒരു ബാഡ് ഡേറ്റാബേസ് ഡിസൈൻ ആണെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നതാണ് റിഡൻഡൻസി, ഇൻഎഫിഷ്യൻറ്റ് സ്റ്റോറേജ്, അനോമലീസ്, ഇതൊക്കെ. അപ്പോൾ നമ്മളുടെ നോർമൽ ഫോംസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് BCNF, ഇതിലൊക്കെ നമ്മൾ പ്രോബ്ലംസിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ആൻഡ് 1NF, 2NF, 3NF ആൻഡ് BCNF, ഇതിലൊക്കെ നമ്മൾ റിഡൻഡൻസി, അനോമലീസ്, ഇതൊക്കെയാണ് റിമൂവ് ചെയ്യുന്നത്. ആൻഡ് ഈ നോർമലൈസേഷൻ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത് EF കോഡാണ്. EF കോഡാണ് ഫസ്റ്റ് 3 നോർമൽ ഫോംസും തന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ നോർമൽ ഫോം എന്ന് പറയുന്നത് പ്രോഗ്രസീവാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഒരു ടേബിൾ തേർഡ് നോർമൽ ഫോമിൽ വരണമെങ്കിൽ അത് സെക്കൻഡ് നോർമൽ ഫോമിലായിരിക്കണം. ഇനി സെക്കൻഡ് നോർമൽ ഫോമിലായിരിക്കണമെങ്കിൽ അത് ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കണം. അപ്പോൾ നോർമലൈസേഷൻ ഫോംസ് എല്ലാം പ്രോഗ്രസീവാണ്. ഇനി വരുന്നതാണ് ഫസ്റ്റ് നോർമൽ ഫോം. ഇതാണ് നമ്മളുടെ ടോപ്പിക്. ഫസ്റ്റ് നോർമൽ ഫോം ആണെങ്കിൽ ഒരു സെല്ലിൽ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് വരാൻ പാടില്ല. വാല്യൂസ് ഇൻ ഈച്ച് കോളം ഓഫ് എ ടേബിൾ ആർ അറ്റോമിക്. മൾട്ടി വാല്യൂസിൽ വരാൻ പാടില്ല, എല്ലാം അറ്റോമിക് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇതിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ, MG നമ്പർ, EMP നമ്പർ ആൻഡ് EMP നെയിമുണ്ട്. ആൻഡ് ഇതിൽ ഈ EMP നമ്പർ എടുത്താൽ ഈ ഒരു കോളത്തിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ D101 തന്നെ EMP നമ്പർ 3 നമ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇത് അറ്റോമിക് അല്ല, അതിൽ മൾട്ടിപ്പിൾ വാല്യൂസാണ് ഉള്ളത്. സെയിം EMP നെയിമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും അത് മൾട്ടിപ്പിൾ വാല്യൂസാണ് ഉള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് നോർമൽ ഫോമിലല്ല. ഇതിനെ ഫസ്റ്റ് നോർമൽ ഫോമിലാക്കണമെങ്കിൽ നമ്മൾ ഈ മൾട്ടിപ്പിൾ വാല്യൂസൊക്കെ മാറ്റിയിട്ട് അറ്റോമിക് വാല്യൂസാക്കി കൊടുക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 101, MG നമ്പർ 1 2 3 4 5, അതിനാണ് നമുക്ക് EMP നമ്പർ 2 ലാസ്റ്റ് 0 വെച്ച് ഉണ്ടാവുന്ന 1 2 ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് ഇതെല്ലാം ഓരോ റോസ് ആയിട്ട് കൊടുത്താൽ മതി. നമുക്ക് ഈ ഒരു ടേബിൾ ഫസ്റ്റ് നോർമൽ ഫോമിലായി കിട്ടും. ഇതിൽ D101 ഉണ്ട്, MG നമ്പർ സെയിം ആണ്, EMP നമ്പർ ഇതിലുള്ള ഫസ്റ്റ് 1 മാത്രം കൊടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിം കൊടുത്തു. സെക്കൻഡ് പിന്നെയും D101 1 2 3 4 5, പിന്നെ അതിൽ സെക്കൻഡ് ആയിട്ടുള്ള EMP നമ്പർ ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിം. ഇങ്ങനെ ഓരോന്നെയും നമ്മൾ
അറ്റോമിക് വാല്യൂസ് ആയിട്ട് സ്പ്ലിറ്റ് ആക്കി എഴുതി. ഇതാണ് ഫസ്റ്റ് നോർമൽ ഫോം. ഇങ്ങനെയാണ് ഫസ്റ്റ് നോർമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കണമെങ്കിൽ ഒരു സെല്ലിൽ മൾട്ടിപ്പിൾ വാല്യൂസ് വരാൻ പാടില്ല. മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് നമ്മൾ സിംഗിൾ വാല്യൂസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഇനിയുള്ളതാണ് സെക്കൻഡ് നോർമൽ ഫോം. സെക്കൻഡ് നോർമൽ ഫോമിൽ ഒരു ടേബിൾ വരണമെങ്കിൽ ആദ്യം അത് ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കണം. എന്നാലേ സെക്കൻഡ് നോർമൽ ഫോമിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഈ സെക്കൻഡ് നോർമൽ ഫോമിൽ നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് അതിൻ്റെ കോൺസെപ്റ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് നോർമൽ ഫോമിൽ നമ്മൾ പാർഷ്യൽ ഡിപ്പെൻഡൻസീസാണ് റിമൂവ് ചെയ്യുന്നത്. പാർഷ്യൽ ഡിപ്പെൻഡൻസി മീനിങ് ഇപ്പോൾ നമുക്ക് എ ഡിറ്റർമൈൻസ് ബി ഇങ്ങനെ ഉണ്ടെന്ന് വെക്കാം. ഇപ്പോൾ എയിൽ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് കാണും, ബിയിലും ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് കാണും. ഇപ്പോൾ എയിലുള്ള ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് റിമൂവ് ചെയ്താലും ബീനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണ് വരുന്നത്. ഇനി ഫുൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആണെങ്കിൽ ഇപ്പോൾ എ ഡിറ്റർമൈൻസ് ബി ഇങ്ങനെ ഉണ്ട്. ഇപ്പോൾ എയിലുള്ള എന്തെങ്കിലും ഒരു ആട്രിബ്യൂട്ടിനെ നമ്മൾ റിമൂവ് ചെയ്താൽ നമുക്ക് അത് വെച്ചിട്ട് ബീനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതാണ് ഫുൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. പാർഷ്യലാണെങ്കിൽ ഈ എയിലുള്ള എന്തെങ്കിലും ഒരു ആട്രിബ്യൂട്ടിനെ റിമൂവ് ചെയ്താലും നമുക്ക് ബീനെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് പാർഷ്യൽ ഡിപ്പെൻഡൻസി. സെക്കൻഡ് നോർമൽ ഫോമിൽ നമ്മൾ ഈ പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണ് റിമൂവ് ചെയ്യുന്നത്. A relation is in second normal form if it is in 1NF and no non-key attribute is partially dependent on a candidate key. ഇതിൽ പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണ് റിമൂവ് ചെയ്യുന്നത്. അത് മാത്രം ഓർമ്മ വെച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഇതിൽ SSN പിന്നെ പി നമ്പർ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് അവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ്. ബിക്കോസ് SSN മാത്രം വെച്ചിട്ട് നമുക്ക് അവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഫോൺ നമ്പർ മാത്രം വെച്ചിട്ട് അവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. അടുത്ത കേസ് എടുക്കുകയാണെങ്കിൽ SSN ഫോൺ നമ്പർ വെച്ചിട്ട് ഈ നെയിം കണ്ടുപിടിക്കാം എന്നുള്ളത് പാർഷ്യൽ ഡിപ്പെൻഡൻസിയാണ്. ബിക്കോസ് ഇതിൽ SSN നമ്മൾ റിമൂവ് ചെയ്താലും പി നമ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ നെയിം കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് നമുക്ക് പി നമ്പർ ക്യാൻസൽ ചെയ്താലും SSN മാത്രം വെച്ചിട്ട് ഈ നെയിം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് പാർഷ്യൽ ഡിപ്പെൻഡൻസിയാണ്. അപ്പോൾ സെക്കൻഡ് നോർമൽ ഫോമിൽ ഈ പാർഷ്യൽ ഡിപ്പെൻഡൻസിയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. പാർഷ്യൽ ഡിപ്പെൻഡൻസി വരുവാണെങ്കിൽ നമ്മൾ ആ ഒരു ടേബിളിനെ സ്പ്ലിറ്റ് ആക്കി 2 or 3 ടേബിൾസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. എവിടേക്കാണോ പാർഷ്യൽ ഡിപ്പെൻഡൻസീസ് വരുന്നത് അതിനെയെല്ലാം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഗൂഗിളിലോ അല്ലെങ്കിൽ ChatGPTയിലൊക്കെ കിട്ടും. അതും കൂടെ ഒന്ന് റെഫർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ ഇപ്പോൾ ഫസ്റ്റ് നോർമൽ ഫോമിൽ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. ഇതിലുള്ള ടേബിൾസ് ആട്രിബ്യൂട്ട്സ് ആണ് ഓർഡർ നമ്പർ, ഐറ്റം കോഡ്, ഓർഡർ ഡേറ്റ്, ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ് പെർ യൂണിറ്റ്. ഓർഡർ നമ്പറും ഐറ്റം കോഡാണ് നമ്മൾ പ്രൈമറി കീ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത് രണ്ടിനെയും വെച്ചിട്ട് നമുക്ക് ഓർഡർ ഡേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇത് രണ്ടിനെയും കമ്പൈൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഇത് രണ്ടിനെയും വെച്ചിട്ട് പ്രൈസ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലേ നമ്മളുടെ പ്രൈമറി കീ. പ്രൈമറി കീ വെച്ചിട്ട് നമുക്ക് ഒരു റോയിലുള്ള വാല്യൂസിനെ യുണീക്വലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വേറെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഐറ്റം കോഡ് മാത്രം വെച്ചിട്ട് അതിൻ്റെ പ്രൈസ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഓർഡർ നമ്പർ വേണമെന്നില്ല, ഈ ഐറ്റം കോഡ് മാത്രം ഉണ്ടായാൽ മതി നമുക്ക് അതിൻ്റെ പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ ഓർഡർ നമ്പർ മാത്രം വെച്ചിട്ട് നമുക്ക് ഓർഡർ ഡേറ്റും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ പ്രൈമറി കീ ആയിട്ട് യൂസ് ചെയ്തത് ഓർഡർ നമ്പറും ഐറ്റം കോഡ് ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ബട്ട് ഇവിടെ ഈ ഓർഡർ നമ്പർ മാത്രം സെപ്പറേറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഓർഡർ ഡേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഐറ്റം കോഡ് മാത്രം സെപ്പറേറ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പ്രൈസ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസിയാണ് വരുന്നത്. ഇനി ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടേബിളിനെ സ്പ്ലിറ്റ് ആക്കുന്നു. എവിടേക്കാണ് നമുക്ക് ഈ പാർഷ്യൽ ഡിപ്പെൻഡൻസി വന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ഐറ്റം കോഡ് വെച്ചിട്ട് പ്രൈസ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓർഡർ നമ്പർ വെച്ചിട്ട് ഓർഡർ ഡേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് രണ്ടിലാണ് നമുക്കിപ്പോൾ പാർഷ്യൽ ഡിപ്പെൻഡൻസീസ് വന്നിട്ടുള്ളത്. ഈ രണ്ട് കേസസിലാണ്. അപ്പോൾ ഇതിനെ 2 ടേബിളാക്കി മാറ്റണം. അപ്പോൾ ഒരു ടേബിളിൽ ഐറ്റം കോഡ് കാണും, പിന്നെ പ്രൈസ് പെർ യൂണിറ്റ് കാണും. ഇനി അടുത്ത ടേബിളിൽ ഓർഡർ നമ്പർ കാണും ആൻഡ് ഓർഡർ ഡേറ്റ് കാണും. ഇപ്പോൾ 2 ടേബിളായില്ലേ. ഇനി ബാക്കി നമുക്ക് ഇതിൽ പാർഷ്യൽ ഡിപ്പെൻഡൻസി വരാത്തത് ഈ ഓർഡർ നമ്പറും ഐറ്റം കോഡ് വെച്ചിട്ട് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അവിടെയാണ് പാർഷ്യൽ ഡിപ്പെൻഡൻസി വരാത്തത്. അപ്പോൾ അതിനെയും ഒരു ടേബിളാക്കി കൺസിഡർ ചെയ്യാം. ഓർഡർ നമ്പർ, ഐറ്റം കോഡ് ആൻഡ് ക്വാണ്ടിറ്റി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് 3 ടേബിൾസ് ആയിട്ട് അതിനെ ഡീകമ്പോസ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് പാർഷ്യൽ ഡിപ്പെൻഡൻസി വരത്തില്ല.
അപ്പോൾ ഇതിലെവിടെയാണ് പാർഷ്യൽ ഡിപ്പെൻഡൻസി വന്നതെന്ന് മനസ്സിലായി. ലൈക്ക് നമുക്ക് ഇതിൽ പ്രൈമറി കീ ആയിട്ട് എടുത്തിട്ടുള്ളത് ഓർഡർ നമ്പറും ഐറ്റം കോഡും മാത്രമാണ്. ഓർഡർ നമ്പറിൻ്റെയും ഐറ്റം കോഡിൻ്റെയും കോമ്പിനേഷനാണ്. ബട്ട് ഇതിൽ ഓർഡർ നമ്പറിനെ റിമൂവ് ചെയ്താൽ ഈ ഐറ്റം കോഡ് മാത്രം വെച്ചിട്ട് നമുക്ക് പ്രൈസ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഐറ്റം കോഡിനെ റിമൂവ് ചെയ്താൽ ഓർഡർ നമ്പർ മാത്രം വെച്ചിട്ട് ഓർഡർ റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് പാർഷ്യൽ ഡിപ്പെൻഡൻസി. അപ്പോൾ ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണോ പാർഷ്യൽ ഡിപ്പെൻഡൻസി വന്നത് ആ കേസസ് എല്ലാം എടുത്ത് നമ്മൾ സെപ്പറേറ്റ് ടേബിൾ ആക്കുന്നു. പിന്നെ പാർഷ്യൽ ഡിപ്പെൻഡൻസി വരാത്ത കേസ് ഉണ്ടല്ലോ, അതിനെ എടുത്ത് സെപ്പറേറ്റ് ടേബിൾ ആക്കിയാൽ മതി. ഇങ്ങനെയാണ് സെക്കൻഡ് നോർമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇതിൽ 3 ടേബിൾസാണ് ഉള്ളത്. ഓർഡർ നമ്പറും ഓർഡർ റേറ്റും ഒരു ടേബിള്, പിന്നെ ഐറ്റം കോഡും പ്രൈസ് പെർ യൂണിറ്റും ഒരു ടേബിള്, പിന്നെ ഓർഡർ നമ്പർ, ഐറ്റം കോഡ്, ക്വാണ്ടിറ്റി ഇതൊരു ടേബിൾ. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് തേർഡ് നോർമൽ ഫോം. തേർഡ് നോർമൽ ഫോമിൽ നമ്മൾ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ആണ് റിമൂവ് ചെയ്യുന്നത്. ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി മീനിങ് ഇപ്പോൾ എക്സ് വെച്ച് നമുക്ക് വൈനെ കണ്ടുപിടിക്കാൻ പറ്റും ആൻഡ് വൈ വെച്ചിട്ട് ഇസഡിനെ കണ്ടുപിടിക്കാൻ പറ്റും എങ്കിൽ എക്സ് വെച്ചിട്ട് ഇസഡിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. ഇതിനെയാണ് നമ്മൾ തേർഡ് നോർമൽ ഫോമിൽ റിമൂവ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ റിലേഷൻ തേർഡ് നോർമൽ ഫോമിലാണോ ഉള്ളത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 കണ്ടീഷനാണ് ഉള്ളത്. ഈ 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിലും നമ്മളുടെ ടേബിൾ തേർഡ് നോർമൽ ഫോമിലാണ് ഉള്ളത് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അതിലുള്ള ഫസ്റ്റ് കണ്ടീഷനാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് ഡിറ്റർമൈൻസ് വൈ. ഇങ്ങനെയാണ് നമ്മളുടെ ഇതുള്ളതെന്ന് വയ്ക്കാം, റിലേഷൻ ഉള്ളതെന്ന് വയ്ക്കാം. ഇതിൽ എക്സ് ഒരു സൂപ്പർ കീ ആണെങ്കിൽ നമ്മളുടെ ടേബിൾ തേർഡ് നോർമൽ ഫോമിലാണ്. അല്ലെങ്കിൽ വൈ ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. എക്സ് സൂപ്പർ കീ ആയിരിക്കണം ഓർ വൈ ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. എക്സ് സൂപ്പർ കീ, വൈ പ്രൈം ആട്രിബ്യൂട്ട്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാലും നമ്മളുടെ ടേബിൾ തേർഡ് നോർമൽ ഫോമിലാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒരു ടേബിൾ തേർഡ് നോർമൽ ഫോമിൽ വരണമെങ്കിൽ അത് സെക്കൻഡ് നോർമൽ ഫോമിലായിരിക്കണം. ആൻഡ് സെക്കൻഡ് നോർമൽ ഫോമിലായിരിക്കണമെങ്കിൽ അത് ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കണം. ഓക്കെ, ഇതിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. EMP നമ്പർ, EMP നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം. ഇതൊക്കെയാണ് ഈ ഒരു ടേബിളിലുള്ളത്. ഇതിൽ EMP നമ്പറാണ് പ്രൈമറി കീ. ഈ EMP നമ്പർ വെച്ചിട്ട് EMP നെയിം കണ്ടുപിടിക്കാം, ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഇതെല്ലാം കണ്ടുപിടിക്കാം. ആൻഡ് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ മാത്രം വെച്ചിട്ടും ഈ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം കണ്ടുപിടിക്കാം. ഇവിടെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ആണ് ഉള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ EMP നമ്പർ വെച്ചിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ കണ്ടുപിടിക്കാം. ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ വെച്ചിട്ട് നമുക്ക് എഴുതി കാണിക്കാം. ഇപ്പോൾ EMP നമ്പർ വെച്ചിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ കണ്ടുപിടിക്കാം. ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ വെച്ചിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നെയിം കണ്ടുപിടിക്കാം. ആൻഡ് EMP നമ്പർ വെച്ചിട്ട് നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നെയിം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയല്ലേ ഈ ഒരു റിലേഷൻ വന്നേക്കുന്നത്. അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് നോക്കാം. ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടേബിളിനെ നമുക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ മതി. 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി വന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, അതിലാണ് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി വന്നത്. അപ്പോൾ ഫസ്റ്റ് ടേബിളിൽ EMP നമ്പർ, EMP നെയിം ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ കൊടുത്തിട്ട് ഒരു ടേബിളാക്കാം. അതിൻ്റെ പ്രൈമറി കീ EMP നമ്പർ ആയിരിക്കും. ഇനി സെക്കൻഡ് ടേബിളിൽ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറും ഡിപ്പാർട്ട്മെൻറ്റ് നെയിമും മാത്രം വെച്ചിട്ട് ഒരു ടേബിളും കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ടേബിൾ തേർഡ് നോർമൽ ഫോമിലായിരിക്കും. അത് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. EMP നമ്പറാണ് പ്രൈമറി കീ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് EMP നെയിം കണ്ടുപിടിക്കാൻ പറ്റും, ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി EMP നെയിം നമ്പർ വെച്ചിട്ട് നമുക്ക് നെയിം കണ്ടുപിടിക്കാം. നെയിം വെച്ചിട്ട് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ആൻഡ് EMP നമ്പർ വെച്ചിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ കണ്ടുപിടിക്കാം. ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ വെച്ചിട്ട് ഇതിൽ കണ്ടുപിടിക്കുക വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിൽ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഇല്ല. ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം എടുക്കാം. അതിലും സെയിം ആണ് വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ വെച്ചിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം കണ്ടുപിടിക്കാം. ആൻഡ് അത് വെച്ചിട്ട് വേറെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസീസ് ഇല്ല. ഇനി ഇതിനെ കൺഫേം ചെയ്യാനുള്ള വേ ആണ് എക്സ് സൂപ്പർ കീ ആയിരിക്കണം ആൻഡ് വൈ എന്ന് പറയുന്നത് പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിലും നമ്മളുടെ ടേബിൾ തേർഡ് നോർമൽ ഫോമിലാണ് ഉള്ളത്. ഇനി സൂപ്പർ കീ ആണോ എന്ന് കണ്ടുപിടിക്കേണ്ട ഒരു സിമ്പിൾ ട്രിക്കാണ്. ഇപ്പോൾ ഒരു കീ എടുക്കാം. ഫോർ എക്സാമ്പിൾ EMP നമ്പർ ആണെങ്കിൽ EMP നമ്പർ ആ ഒരു ആട്രിബ്യൂട്ട് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ക്ലോഷർ കണ്ടുപിടിക്കണം. ക്ലോഷർ കണ്ടുപിടിക്കുമ്പോൾ അതിൽ എല്ലാ ആട്രിബ്യൂട്ട്സും വന്നുവെങ്കിൽ അതൊരു സൂപ്പർ കീ ആണ്. ഇതിലിത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ BCN 4th and 5th നോർമൽ ഫോംസ് നോക്കാം. താങ്ക്